ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് ഉപയോഗിക്കുന്ന പലരുടെയും കയ്യിൽ നിന്നും അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് എന്ന് പറയുന്ന ഒരു ചാർജ് എടുത്തിട്ടുണ്ടാകും. എന്താണ് ഈ ഒരു അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ്? നമുക്ക് ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിൽ 3 മാസത്തിൽ നടത്തുവാൻ സാധിക്കുന്ന ട്രാൻസാക്ഷനുകൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. നമ്പർ ഓഫ് ട്രാൻസാക്ഷനുകൾക്ക് ഒരു ലിമിറ്റ് വരുന്നുണ്ട്. ഈ ഒരു ട്രാൻസാക്ഷൻ ലിമിറ്റ് എക്സീഡ് ആയി കഴിഞ്ഞാലാണ് നമ്മുടെ കയ്യിൽ നിന്നും ഈ ഒരു അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് എടുക്കുന്നത്. മുൻപ് അധികം ആളുകളുടെ കയ്യിൽ നിന്നും ഈ ഒരു ചാർജ് എടുത്തിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മുൻപ് അധികം ആളുകൾ ബാങ്ക് വഴിയുള്ള ട്രാൻസാക്ഷനുകൾ നടത്തിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ. ഭൂരിഭാഗം ആളുകളും ബാങ്ക് അക്കൗണ്ടിലൂടെ ട്രാൻസാക്ഷനുകളൊക്കെ നടത്താനായിട്ട് തുടങ്ങി. നമ്മൾ മർച്ചൻറ്റ് പേയ്മെൻ്റ് ഒക്കെ കൂടുതലായിട്ടും UPI വഴിയൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കൂടുതൽ ആളുകളുടെയും ഈ ഒരു ഫ്രീ ലിമിറ്റ് എക്സീഡ് ആവുകയും അവരുടെ അക്കൗണ്ടിൽ നിന്നും ഈ ഒരു അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് ഫെഡറൽ ബാങ്ക് എടുക്കുവാനായി തുടങ്ങുകയും ചെയ്തു. ഇതുകൂടാതെ ഇപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ IMPS ചാർജ് 2022 ജനുവരി 1 മുതൽ മാറുകയാണ്. ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ഈ ഒരു അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ്, അതുപോലെ തന്നെ 2022 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന IMPS ചാർജുകളുടെ നിരക്ക്, പിന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡുകളുടെ ആനുവൽ ഫീസ് എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ നൽകുക. ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജിനെ പറ്റി വിശദമായിട്ട് നോക്കാം. ഒട്ടുമിക്ക ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് സ്കീമുകളിലും നമുക്ക് ക്വാർട്ടർലി നടത്തുവാൻ സാധിക്കുന്ന ഡെബിറ്റ് ട്രാൻസാക്ഷനുകൾക്ക് ഒരു ലിമിറ്റ് വരുന്നുണ്ട്. ലിമിറ്റ് വരുന്നത് 50 ട്രാൻസാക്ഷനാണ്. ഈ ഒരു ലിമിറ്റിൽ NEFT അതുപോലെ തന്നെ RTS ട്രാൻസാക്ഷനുകൾ പെടുകയില്ല. ഈ ഒരു NEFT RTGS ട്രാൻസാക്ഷൻ ഒഴികെയുള്ള മറ്റെല്ലാ ഡെബിറ്റ് ട്രാൻസാക്ഷനുകളും കൗണ്ട് ചെയ്യും. അങ്ങനെ ടോട്ടലി നമുക്ക് 3 മാസത്തിൽ ഫ്രീ ആയിട്ട് നടത്തുവാൻ സാധിക്കുന്ന ട്രാൻസാക്ഷനുകളുടെ എണ്ണം 50 ആണ്. ഈ ഒരു 50 എന്നുള്ള ലിമിറ്റ് എക്സീഡ് ആയി കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും ₹1.20 പ്ലസ് GST ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജായിട്ട് ഈടാക്കും. NEFT RTGS ട്രാൻസാക്ഷൻ ഒഴികെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്ന UPI ട്രാൻസാക്ഷൻ, നമ്മൾ ഡെബിറ്റ് കാർഡ് വഴി നടത്തുന്ന ഓൺലൈൻ ഓഫ്ലൈൻ ട്രാൻസാക്ഷനുകൾ, ATM വഴിയുള്ള വിഡ്രോവൽ, IMPS ട്രാൻസാക്ഷൻ, ഇതെല്ലാം തന്നെ ട്രാൻസാക്ഷനായിട്ട് കൗണ്ട് ചെയ്യും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരാൾക്കൊരു ₹2 UPI വഴി അയച്ചാലും അതൊരു ട്രാൻസാക്ഷനായിട്ട് കൗണ്ട് ചെയ്യും. ഡെബിറ്റ് ട്രാൻസാക്ഷനുകൾ മാത്രമാണ് ഈ രീതിയിൽ കൗണ്ട് ചെയ്യുക. ക്രെഡിറ്റ് ട്രാൻസാക്ഷനുകൾ കൗണ്ട് ചെയ്യുകയില്ല. അതായത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങോട്ട് എത്ര രൂപ വരെ വേണമെങ്കിലും എത്ര ട്രാൻസാക്ഷനായിട്ട് വേണമെങ്കിലും വന്നോട്ടെ, അതിന് യാതൊരു പ്രോബ്ലവും ഇല്ല. അതിന് നിലവിൽ ഇതുവരെ ചാർജ് ഒന്നും തന്നെ എടുക്കുന്നില്ല. NEFT RTGS ഒഴികെയുള്ള നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ട്രാൻസാക്ഷനുകളാണ് ഈ രീതിയിൽ കൗണ്ട് ചെയ്യപ്പെടുക. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജിനെ പറ്റി കൂടുതൽ വ്യക്തത വരും. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിൽ നിന്നും എടുത്ത അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജാണ്. ₹2852 എടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ എന്നീ ആ ഒരു 3 മാസ കാലാവധിയിൽ ആണ് ഈ ഒരു ചാർജ് എടുത്തിരിക്കുന്നത്. അവൻ വർക്ക് ചെയ്യുന്ന ആമസോണിലാണ്. അപ്പോൾ ഓഫീസുമായി ബന്ധപ്പെട്ട കുറച്ച് ട്രാൻസാക്ഷനൊക്കെ അവൻ്റെ അക്കൗണ്ട് വഴി ചെയ്തിരുന്നു. അവൻ്റെ അറിവില്ലായ്മ മൂലം അവൻ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തത് മൂലമാണ് ഇത്ര നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ അവൻ്റെ അക്കൗണ്ട് വഴി നടക്കുകയും ഈ രീതിയിൽ ₹2852 അവൻ്റെ അക്കൗണ്ടിൽ നിന്നും ചാർജായിട്ട് ഈടാക്കുകയും ചെയ്തത്. ഈ ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് CND എന്ന് പറഞ്ഞൊരു പോർഷൻ കാണാം. അവിടെ 2064 എന്ന് കാണുവാൻ സാധിക്കും. ഇതാണ് അവൻ കഴിഞ്ഞ ഒരു 3 മാസം, അതായത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ കാലയളവിൽ അവൻ ചെയ്ത നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. 2064 ട്രാൻസാക്ഷനാണ് അവൻ മൊത്തം ചെയ്തത്, ഡെബിറ്റ് ട്രാൻസാക്ഷനുകൾ. അതിനകത്ത് NEFTയും അതുപോലെ തന്നെ RTGSും കൗണ്ട് ചെയ്യപ്പെടുകയില്ല. ബാക്കി വരുന്ന ഡെബിറ്റ് ട്രാൻസാക്ഷനുകളുടെ കൗണ്ടാണ് ഈ ഒരു 2064 എന്ന് പറയുന്നത്. ഇതിനകത്ത് 50 ട്രാൻസാക്ഷൻ നമുക്ക് ക്വാർട്ടർലി ഫ്രീ ആണ്. ഈ ഒരു 50 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ 2014 ആണ്. ഈ 2014 ട്രാൻസാക്ഷനും നമ്മൾ ₹1.20 പ്ലസ് GST അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജായി നൽകേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഈ ഒരു 2014 × 1.20 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ₹2416.80 എന്ന് പറഞ്ഞൊരു എമൗണ്ട് കിട്ടും. ഈ ഒരു ₹2416.80 പ്ലസ് ഈ ഒരു എമൗണ്ടിൻ്റെ 18% GST. അങ്ങനെ വരുമ്പോൾ ഏകദേശം ₹2851 സംതിങ് വരും ഒരു എമൗണ്ട്. അത് റൗണ്ട് ഓഫ് ചെയ്താണ് ഈ ഒരു ₹2852 അവൻ്റെ അക്കൗണ്ടിൽ നിന്നും അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് കാറ്റഗറി അനുസരിച്ച് ഈ ഒരു നമ്പർ ഓഫ് ഡെബിറ്റ് ട്രാൻസാക്ഷൻ്റെ കൗണ്ടിൽ ഡിഫറൻസ് വരുന്നുണ്ട്. എങ്കിലും നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ഫെഡറൽ ബാങ്കിൻ്റെ ഫ്രീഡം അക്കൗണ്ട്, അതുപോലെ തന്നെ യുവമിത്ര അക്കൗണ്ട്, സെൽഫി അക്കൗണ്ട്, ഡിലൈറ്റ് അക്കൗണ്ട്, ഇതിലൊക്കെ വരുന്ന ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് ക്വാർട്ടർലി 50 ഡെബിറ്റ് ട്രാൻസാക്ഷനുകളാണ്. നമുക്ക് എന്തായാലും വീഡിയോയിൽ തുടർഭാഗത്ത് അതൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ഇതിനെപ്പറ്റി ഇന്നലെ നമ്മളൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ വന്നൊരു കമൻറ്റാണ്, ജൂപ്പിറ്റർ അക്കൗണ്ടും അതുപോലെ തന്നെ ഫൈ മണി അക്കൗണ്ടിനും ഇത് ബാധകമാണോ എന്ന്. ഫൈ മണി ആയാലും ജൂപ്പിറ്റർ മണി ആയാലും ഫെഡറൽ
ഫെഡറൽ ബാങ്കുമായി പാർട്ണർഷിപ്പിലായിട്ടാണ് ഈ ഒരു അക്കൗണ്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫൈവ് മണിയുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ചാർജുകളിൽ അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് 0 എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫൈവ് മണിയുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനൊരു അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് അവർ ഈടാക്കുന്നില്ല. നോർമലി വരുന്ന ഒരു റെസ്ട്രിക്ഷൻസ് മാത്രമാണ് അവരുടെ സർവീസുകളിലേക്ക് വരുന്നത്. IMPS കുറേ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ UPI ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് ഡെയിലി 1 ലക്ഷം രൂപയാണ് നമുക്ക് ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്നത്. അതുപോലെ തന്നെ പേഴ്സൺ ടു പേഴ്സൺ UPI ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് ഡെയിലി 10 ട്രാൻസാക്ഷൻ മാത്രമേ നടത്തുവാനായി സാധിക്കൂ. പേഴ്സൺ ടു മർച്ചൻ്റ് ആണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ നടത്താം. പിന്നെ ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ നോക്കുകയാണെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ ATMൽ നിന്നും അൺലിമിറ്റഡ് ആയിട്ട് വിഡ്രോ ചെയ്യാം. അതർ ബാങ്കിൻ്റെ ATM ആണെങ്കിൽ നമുക്ക് മന്ത്ലി 5 ഇടപാടുകൾ മാത്രമേ സൗജന്യമായിട്ട് നടത്തുവാനായി സാധിക്കൂ. ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 രൂപ പ്ലസ് GST ചാർജ് ഈടാക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചാർജുകളാണ് അവരെടുക്കുന്നത്. അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് എന്ന് പറഞ്ഞൊരു ചാർജ് അവർ ഈടാക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ജൂപ്പിറ്റർ മണിയുടെ കാര്യത്തിൽ ജൂപ്പിറ്റർ മണിയുടെ വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ഈ ഒരു അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജിനെ പറ്റി അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ല. ഞാനെന്തായാലും അവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ടില്ല. അവർ കുറേ ചാർജുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഡിഫറൻ്റ് ആണ്, എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ഫെഡറൽ ബാങ്കിൻ്റെ ചാർജുമായിട്ടും ഇല്ലെങ്കിൽ ഈ ഒരു ഫൈവ് മണിയുടെ ചാർജുമായിട്ടൊക്കെ നോക്കുവാൻ നേരത്ത് ജൂപ്പിറ്റർ മണിയുടെ ഈ രീതിയിലുള്ള ചാർജുകളിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ജൂപ്പിറ്റർ മണിയിൽ IMPS ട്രാൻസാക്ഷനൊക്കെ ചാർജബിൾ ആണ്, എന്നാൽ ഫൈവ് മണിയിൽ അത് ചാർജബിൾ അല്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ അധികം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ജൂപ്പിറ്റർ മണിയുടെ ഈ ഒരു ഫീസ് ആൻഡ് ചാർജ് എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷനിൽ അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജിനെ പറ്റി പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ല. അവരവിടെ മെൻഷൻ ചെയ്യാത്ത ചാർജുകളെല്ലാം തന്നെ ഫെഡറൽ ബാങ്കുമായിട്ട് സിമിലർ ആണെന്നാണ് ആ ഒരു പേജിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജൂപ്പിറ്റർ മണിയുടെ കാര്യത്തിൽ ഈ ഒരു അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് ഈടാക്കുമോ ഇല്ലയോ എന്നതിൽ ഡൗട്ട് ഉണ്ട്. അത് ജൂപ്പിറ്റർ മണി അക്കൗണ്ട് ഉപയോഗിക്കുന്നവർ ഒന്ന് കസ്റ്റമർ കെയറുമായി കോൺടാക്ട് ചെയ്ത് ക്ലാരിഫൈ ചെയ്യുക. ഇനി മറ്റു ബാങ്ക് അക്കൗണ്ടുകളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മറ്റു ബാങ്ക് അക്കൗണ്ടുകളിൽ BSBD അക്കൗണ്ടിന് ട്രാൻസാക്ഷനുകളിലൊക്കെ ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി വരുന്ന റെഗുലർ അക്കൗണ്ട് സ്കീമിലൊന്നും ഈ രീതിയിൽ അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് എന്ന് പറഞ്ഞൊരു ചാർജ് കാണുവാനായി സാധിച്ചില്ല. മറ്റു ബാങ്കുകളിലെ അക്കൗണ്ടൊക്കെ ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ കയ്യിൽ നിന്നും ഈ രീതിയിൽ അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് എന്ന് പറഞ്ഞ് ചാർജ് ഈടാക്കാറുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് കാറ്റഗറി അനുസരിച്ച് ഈ ഒരു ക്വാർട്ടർലി ഡെബിറ്റ് ട്രാൻസാക്ഷനുകളിൽ വരുന്ന ലിമിറ്റ് എത്രയാണെന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ഫെഡറൽ ബാങ്കിൻ്റെ ഓരോ അക്കൗണ്ട് കാറ്റഗറിയും അതനുസരിച്ചുള്ള നമുക്ക് ക്വാർട്ടർലി ഫ്രീ ട്രാൻസാക്ഷൻ ഡെബിറ്റ് ട്രാൻസാക്ഷൻ ലിമിറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രീഡം SB അക്കൗണ്ട് ആണെങ്കിൽ 50 ട്രാൻസാക്ഷനാണ്. SB റൂറൽ അക്കൗണ്ട് ആണെങ്കിലും 50 ട്രാൻസാക്ഷൻ. SB സെമി അർബൻ അക്കൗണ്ട്, SB അർബൻ അക്കൗണ്ട്, SB മെട്രോ അക്കൗണ്ട്, SB നോ ചെക്ക് അക്കൗണ്ട്, SB ഫെഡ് ഫ്ലെക്സി അക്കൗണ്ട്, SB സാലറി സേവിങ്സ് അക്കൗണ്ട് സ്കീം, പിന്നെ SB യുവമിത്ര സ്റ്റുഡൻസ്, SB യുവമിത്ര യൂത്ത്, SB മഹിളാ മിത്ര, ഈ അക്കൗണ്ട് സ്കീമിനൊക്കെ വരുന്ന ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് ക്വാർട്ടർലി 50 ഡെബിറ്റ് ട്രാൻസാക്ഷനാണ്. പിന്നെ SB പ്ലസ് അക്കൗണ്ട് സ്കീം, SB വിസ ഗോൾഡ് അക്കൗണ്ട് സ്കീമിൻ്റെയും നമ്പർ ഓഫ് ഡെബിറ്റ് ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്നത് ക്വാർട്ടർലി 100 ആണ്. പിന്നെ SB പ്രിവിലേജ് അക്കൗണ്ട് റൂറൽ ആൻഡ് സെമി അർബൻ, SB പ്രിവിലേജ് അക്കൗണ്ട് അർബൻ ആൻഡ് മെട്രോ അർബൻ അക്കൗണ്ട് സ്കീമുകളാണെങ്കിൽ ഈ ഒരു ലിമിറ്റ് വരുന്നത് 150 ആണ്. പിന്നെ കറണ്ട് അക്കൗണ്ടുകളിൽ ഈ ഒരു ലിമിറ്റ് വ്യത്യാസമുണ്ട്. കറണ്ട് അക്കൗണ്ടിൽ അത്യാവശ്യം കൂടുതൽ ട്രാൻസാക്ഷൻ വരുന്നുണ്ട്. NRO 100 അക്കൗണ്ട് സ്കീമാണെങ്കിൽ 500, പിന്നെ ഫെഡ് ട്രേഡ് അക്കൗണ്ട് ആണെങ്കിൽ 150, പിന്നെ ഫെഡ് ട്രേഡ് 50 അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ 100, പിന്നെ പ്രിവിലേജ് കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ 100 എന്നിങ്ങനെയാണ് നമ്പർ ഓഫ് ഡെബിറ്റ് ട്രാൻസാക്ഷനുകളുടെ ആ ഒരു ലിമിറ്റ് വരുന്നത്. ഈ ഒരു ട്രാൻസാക്ഷൻ എക്സീഡ് ആയി കഴിഞ്ഞാലാണ് ഓരോ ട്രാൻസാക്ഷനും ₹1.20 പ്ലസ് GST നമ്മുടെ കയ്യിൽ നിന്നും അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജായിട്ട് ഈടാക്കുന്നത്. പിന്നെ പറയാനുള്ളത് ഫെഡറൽ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡുകളുടെ ആനുവൽ ചാർജിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ക്രൗൺ കാർഡിനെ പറ്റി വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ ആനുവൽ ചാർജ് മിസ്റ്റേക്കായിട്ടാണ് പറഞ്ഞത്. കാരണം ഞാൻ അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കി, അവരുടെ ആ ഒരു കാർഡിനെ പറ്റി കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൻ്റെ ആ ഒരു പേജിൽ ആനുവൽ ചാർജ് ₹150 പ്ലസ് GST ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവരുടെ ഈ ഒരു ചാർജ് ഫീസ് ആൻഡ് ചാർജസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽ ഡോക്യുമെൻറ്റ് നോക്കിയപ്പോൾ അതിൻ്റെ അത് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ചാർജാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ക്രൗൺ കാർഡിൻ്റെ ആനുവൽ ചാർജായിട്ട് കൊടുത്തിരിക്കുന്നത് ₹200 പ്ലസ് GST ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ കോണ്ടാലസ് ഡെബിറ്റ് കാർഡുകളുടെ ആനുവൽ ചാർജ് കൂടി ഒന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ഇതാണ് കോണ്ടാലസ് ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് വരുന്നത്. സെലസ്റ്റ ആണെങ്കിൽ ആനുവൽ ചാർജ് ₹750 പ്ലസ് GST ആണ്. സെലസ്റ്റ NR ആണെങ്കിൽ ₹750 പ്ലസ് GST. പിന്നെ സെലസ്റ്റ എക്സിക്യൂട്ടീവ്, സെലസ്റ്റ ബിസിനസ് വേരിയൻ്റ് ആണെങ്കിലും ₹750 പ്ലസ് GST ആണ് ആനുവൽ ചാർജ് വരുന്നത്. ഇമ്പീരിയോ ആണെങ്കിൽ ആനുവൽ ചാർജ് വരുന്നത് ₹500 പ്ലസ് GST. ഇമ്പീരിയോ NR ആണെങ്കിലും ₹500 പ്ലസ് GST. ഇമ്പീരിയോ ബിസിനസ് അതുപോലെ തന്നെ റുപ്പേ പ്ലാറ്റിനം കാർഡ് ആണെങ്കിലും ₹500 പ്ലസ് GST ആണ് ആനുവൽ ചാർജ് വരുന്നത്. റുപ്പേ ക്ലാസിക് കാർഡ് ആണെങ്കിൽ ജോയിനിങ് ഫീ ഇല്ല, ആനുവൽ ഫീ വരുന്നത് ₹150 പ്ലസ് GST ആണ്. പിന്നെ സിഗ്നെറ്റ് NR വേരിയൻ്റ് ആണെങ്കിൽ ജോയിനിങ് ഫീ ₹300 പ്ലസ് GST, ആനുവൽ ഫീ ₹300 പ്ലസ് GSTയുമാണ്. ക്രൗൺ കാർഡിൻ്റെ കേസിൽ ജോയിനിങ് ഫീ ₹150 പ്ലസ് GST ആണ്. പക്ഷേ ആനുവൽ ഫീ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത് ₹200 പ്ലസ് GST ആണ്. പിന്നെ നമ്മളുടെ കാർഡ് എക്സ്പയറി ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കാർഡ് അയച്ചു തരുമ്പോൾ ഈ ഒരു ഫീ ഇല്ല, അത് സൗജന്യമാണ്.
പിന്നെ പറയാനുള്ളത് ഫെഡറൽ ബാങ്കിൻ്റെ IMPS ചാർജുകളുടെ കാര്യത്തിലാണ്. IMPS ചാർജുകളുടെ നിരക്ക് 2022 ജനുവരി 1 മുതൽ ചേഞ്ച് ആകുന്നുണ്ട്, ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2022 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഫെഡറൽ ബാങ്കിൻ്റെ IMPS ചാർജുകളുടെ നിരക്ക് കൂടി വിശദമായിട്ട് പരിശോധിക്കാം. ഫെഡറൽ ബാങ്കിൻ്റെ 2022 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന IMPSൻ്റെ സർവീസ് ചാർജ് ഇതാണ്. അപ് ടു 1000 രൂപ വരെയാണെങ്കിൽ സൗജന്യമാണ്. 1000 രൂപയ്ക്ക് മുകളിൽ 1 ലക്ഷം രൂപ വരെയാണെങ്കിൽ 5 രൂപ പ്ലസ് GST. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 2 ലക്ഷം രൂപ വരെയാണെങ്കിൽ 15 രൂപ പ്ലസ് GST. എബോവ് 2 ലാക്ക് ആണെങ്കിൽ 17 രൂപ പ്ലസ് GST ആണ് ഈടാക്കുന്ന സർവീസ് ചാർജ്. അപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക. ഈ രീതിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് നടത്തുവാൻ സാധിക്കുന്ന ഡെബിറ്റ് ട്രാൻസാക്ഷനുകൾക്ക് ക്വാർട്ടർലി ലിമിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും UPI വഴിയൊന്നും ട്രാൻസാക്ഷൻ ചെയ്യാതിരിക്കുക. ട്രാൻസാക്ഷനുകളുടെ എണ്ണം പരമാവധി കുറക്കാനായിട്ട് ശ്രമിക്കുക. ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ വേറെ ഏതെങ്കിലും അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങളുടെ ട്രാൻസാക്ഷനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ കുറക്കുവാനായി സാധിക്കും. പിന്നെ വാലറ്റുകളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വാലറ്റിലേക്ക് ഫണ്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് സ്പെൻഡ് വാലറ്റ് വഴി ചെയ്യാം. അങ്ങനെ നമുക്ക് ഈ ഒരു ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലെ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് കുറക്കുവാനായി സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ പല മാർഗ്ഗങ്ങളിലൂടെ നമ്മളുടെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലെ ഈ ഒരു നമ്പർ ഓഫ് ഡെബിറ്റ് ട്രാൻസാക്ഷനുകളുടെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ വെറുതെ ഈ ഒരു അക്കൗണ്ട് മെയിൻ്റെനൻസ് ചാർജ് നൽകുന്നത് ഒഴിവാക്കാനായി സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമായാലും മറക്കാതെ ലൈക്ക് നൽകുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി. പേഴ്സണൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി moneyMalayalam.com വെബ്സൈറ്റ് സന്ദർശിക്കുക. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ആമസോൺ പോലുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫേഴ്സിനെ പറ്റി അറിയുവാൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്ന നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും. ലിങ്ക് ഇൻ ബിലോ.